അവസാനം അവൾക്കത് മനസ്സിലായി. ഞാൻ എൻ്റെ ഇത്രയും വിലപ്പെട്ട ജീവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് പക്ക ഫ്രോഡായിട്ടുള്ളൊരു മനുഷ്യന് വേണ്ടിയായിരുന്നു. ഈ ഒരു മൃഗത്തിനേക്കാൾ മോശമായ മനസ്സുള്ളൊരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നിരുന്നെങ്കിൽ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓരോ ദിവസങ്ങൾ ഓരോ പുതിയ അനുഭവങ്ങളാണ് കൗൺസിലിങ്ങിന് വരുന്ന പല ആളുകളിൽ നിന്നും നാം കേൾക്കുന്നത്. പലതും പറയാൻ പറ്റുന്നത്, പലതും പറയാൻ പറ്റാത്തത്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഈ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങൾ ശ്രവിക്കണം. അതിനപ്പുറം ഈ ഒരു രീതിയിൽ നശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കഴിഞ്ഞ ദിവസമാണ് ഒരു കുട്ടി വളരെ ടെൻഷൻ അടിച്ചിട്ട് ഹെഡേക്ക് ഉണ്ടെന്ന് പറഞ്ഞു, മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയിൽ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നത്. അപ്പൊ അവര് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞൊരു കാര്യമാണ്, സാറേ ഞാൻ ഒരാളെ പ്രണയിച്ചു, ഞാൻ പ്രണയിച്ചിട്ട് എൻ്റെ മാതാപിതാക്കളെ ഉറപ്പിച്ചു, അതിനപ്പുറം എൻ്റെ കൂട്ടുകാരെ പോലും ഞാൻ തള്ളി പറഞ്ഞു, എന്നിട്ട് ഞാൻ മരിക്കാൻ വേണ്ടി ശ്രമിച്ചു. മരിക്കാൻ വേണ്ടി ശ്രമിക്കല്ല, ഞാൻ ശരിക്കും മരിച്ചു എന്ന് വിചാരിച്ചതാ. ആ രീതിയിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ എന്തോ ഒരു നിമിഷം എനിക്കൊരു ഭാഗ്യം തുണയായതിന്റെ പേരിൽ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം എൻ്റെ വാശിക്ക് വേണ്ടിയിട്ട് അവനല്ലാതെ മറ്റൊരാളെ ഞാൻ സ്വീകരിക്കില്ല എന്നുള്ളൊരു ഉറച്ച വാശിയും മരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും വന്നപ്പോൾ എൻ്റെ വീട്ടുകാർ നിർബന്ധ സാഹചര്യത്തിലാണ് ആ വിവാഹം എനിക്ക് ചെയ്തു തന്നത്. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ എൻ്റെ വീട്ടുകാരെ വെറുപ്പിച്ചിട്ട് ഇത്രമാത്രം ത്യാഗം സഹിച്ചത് ഒരു പക്ക ഫ്രോഡായിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ടിയിട്ടായിരുന്നു. സത്യത്തിൽ ഞാൻ അവനുമായിട്ട് 3-4 വർഷത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പലപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, മണിക്കൂറുകളോളം ഫോൺ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അവൻ്റെ ഒരു തനി സ്വഭാവം എനിക്ക് മനസ്സിലായിരുന്നില്ല. അവൻ്റെ കയ്യിൽ എന്നെ സ്വന്തമായി ഒതുങ്ങി കിട്ടിയപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ വെറുപ്പിച്ചിട്ട് മരണത്തെ പോലും തെരഞ്ഞെടുത്തിട്ട് ഒരു കൂട്ടിനായിട്ട് ഒരാളെ കണ്ടുപിടിച്ചത്. എൻ്റെ ജീവിതമല്ല, ഞാൻ ടോട്ടലി നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു വൃത്തികെട്ട മനുഷ്യനെ ആയിരുന്നു എന്നുള്ളത്. ആ പ്രണയം എന്നെ അത്ര കണ്ട് ബോധമില്ലാതാക്കി. ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുക, നമ്മുടെ ഇടയിലുള്ള ഓരോ സഹോദരിമാരെന്നല്ല, ഓരോ സഹോദരന്മാരും പലപ്പോഴും എനിക്ക് അവളെ തന്നെ മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കും, അല്ലെങ്കിൽ അവനെ തന്നെ മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ കുട്ടിയുടെ വിഷമങ്ങള് അവള് പറയാ, ഞാൻ എൻ്റെ ജീവിതം അവനക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി തയ്യാറായി വീട്ടുകാരുടെ മുന്നിൽ വെല്ലുവിളിച്ചു. ഞാൻ എങ്ങാനും മരിച്ചിരുന്നെങ്കിൽ എൻ്റെ ഇത്രേ വിലപ്പെട്ട ജീവൻ ഞാൻ കൊണ്ടുപോയി നശിപ്പിച്ചത്, ഇത്രയും ഭൂമിയിൽ അവനെ പോലൊരു എൻ്റെ മനസ്സിൽ വെറുപ്പുള്ള മോശമുള്ള ഒരു വസ്തുവില്ല എന്നാ കുട്ടി പറയുന്നത്. ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് പലതും പറഞ്ഞതും പല വാഗ്ദാനങ്ങൾ കൊടുത്തതും പല യാത്രകളിലൂടെ പല രീതിയിൽ അഭിനയങ്ങളൊക്കെ പുറത്തെടുത്തത് ശരിക്കും വലിയ ഒരു അഭിനയം തന്നെയായിരുന്നു എന്നുള്ള അവൾ മനസ്സിലായി. അവന്റെ സ്വന്തം വീട്ടിലേക്ക് വാശിയൊക്കെ പിടിച്ച് കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് അവന്റെ തനി സ്വഭാവം മനസ്സിലാകുന്നത്. അവന്റെ കുടുംബങ്ങളുടെ സ്വന്തം ഉമ്മയുടെ സ്വഭാവം. അവള് പറയാ, എന്റെ വീട്ടുകാരുമായിട്ട് എന്നെ അകറ്റാൻ വലിയൊരു പങ്ക് അവന്റെ ഉമ്മക്കുണ്ട്. അവന്റെ ഉമ്മ എന്നോട് വിളിച്ച് സംസാരിച്ചിട്ട് പറയും, മോളും കൊണ്ട് പോലെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, ഒരു പേടിയും പേടിക്കണ്ട. എന്റെ ഉപ്പയുടെ സ്വത്തിൽ കൺവെച്ചിട്ടോ എന്താണെന്ന് അറിയില്ല, വാശി പിടിച്ചിട്ടാണ് ഞാൻ വിവാഹത്തിന് നിർബന്ധിച്ചതും വിവാഹം നടന്നതും. കാര്യമായിട്ട് സ്വർണമൊന്നും എന്റെ ഉപ്പ എനിക്ക് തന്നില്ല. അതാണോ എന്താണെന്നറിയില്ല, അവരുടെ കുടുംബക്കാരുടെ സ്വന്തം ഉമ്മയുടെ പെരുമാറ്റം പോലും എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നതായി. ഞാനൊരു വേലക്കാരിയേക്കാൾ മോശമായ അവസ്ഥയിലായിരുന്നു അവിടെ. രാത്രി 2 മണി 3 മണി വരെ ഫോൺ ചെയ്തിരുന്ന എൻ്റെ കാമുകൻ എൻ്റെ ഭർത്താവായി മാറിയപ്പോൾ അവന് വീട്ടിൽ വന്നൊന്ന് സംസാരിക്കുവാൻ പോലും അവനക്ക് സമയമില്ല. അവൻ പുറത്തു പോയി കഴിഞ്ഞ് ഞാൻ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഫോൺ എടുത്തിച്ച് കട്ടാക്കും. മാത്രമല്ല തിരിച്ചു വിളിച്ച് എന്നെ തെറി പറയും, ചീത്ത പറയും. സ്വഭാവമല്ല, എന്താ പറയാ, ആകെ ടോട്ടലി മാറ്റമാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ആത്മാർത്ഥമായിട്ട് സാറിനോട് പറയുന്നു, ഇവിടെ വരുന്ന പ്രണയത്തിന്റെ ഈ കരാളഹസ്തങ്ങളിൽ അല്ലെങ്കിൽ പ്രണയത്തിന്റെ ഈ ചതിക്കുഴിയിൽ പെട്ടുപോയിട്ടുള്ള എല്ലാ കുട്ടികളോടും സാർ എൻ്റെ ഹിസ്റ്ററി പറയണം, സാറിന് വീഡിയോ ചെയ്യണമെന്ന് നിർബന്ധിച്ചതാണ് ആ കുട്ടി എന്നോട്. കാരണം
ഇത്രമാത്രം പ്രണയിച്ച് നടന്നിട്ട് സ്വന്തമായി കഴിയുമ്പോൾ സ്വഭാവം മാറുന്ന, ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് ഈ അനുഭവം പങ്കുവെച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറയാണ്, ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് ഈ അനുഭവം പങ്കുവെച്ചപ്പോൾ അവർ കരഞ്ഞു പറയാം, മോളെ എൻ്റെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. സത്യത്തിൽ നമ്മൾ വിവാഹത്തിന് മുന്നിൽ ആരെ പ്രണയിച്ചാലും അത് നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം വിവാഹത്തിന് മുന്നേയുള്ള ആ ഒരു സ്നേഹവും അടുപ്പവും അല്ലെങ്കിൽ അവൻ പറഞ്ഞതൊന്നും നമുക്ക് തരാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. വെറും നമ്മൾ ആ വീട്ടിൽ അവർക്ക് അധികപ്പറ്റായിട്ടിരിക്കുന്ന ഒരു വസ്തുവിനെ പോലെയാണ്. ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ അല്ലെങ്കിൽ ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരു ജീവൻ പോലെയാണ്. അങ്ങനെ അവൾ പറയാ, ഞാൻ 2-3 കൂട്ടുകാരികളോട് ഈ അനുഭവം പറഞ്ഞപ്പോൾ അവരൊക്കെ ഈ അവസ്ഥയിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ജീവിതം മനോഹരമാണ്. കുറച്ചേ ഉള്ളൂ അത് തല്ലുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് വെറുപ്പോടുകൂടി ജീവിക്കാനുള്ള ഉള്ളതല്ല, ആസ്വദിക്കുവാനുള്ളതാണ്. ആ ആസ്വാദനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിപൂർണമായി കിട്ടണമെങ്കിൽ ഈ രീതിയിലുള്ള ഈ ബുദ്ധിയില്ലായ്മ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ഈ പ്രവൃത്തിയൊക്കെ മാറ്റി വെക്കണം. നമ്മളെ നോക്കി വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ എന്താണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും വസ്ത്രവും ഒക്കെ വാങ്ങിത്തരാറുണ്ടെങ്കിൽ ജീവനുള്ള ഒരു വസ്തുവിനെ വാങ്ങിത്തരുമ്പോൾ ഏറ്റവും നല്ല വസ്തുവിനെ വാങ്ങിത്തരുള്ളൂ. നമ്മൾ പ്രത്യക്ഷത്തിൽ കാഴ്ചയിൽ ഇങ്ങനെ ഓരോന്നിന്റെ പിറകെ പോയിട്ട് ചിലപ്പോൾ ചതികളിൽ പെട്ടുപോയേക്കാം. പക്ഷെ മാതാപിതാക്കൾ അങ്ങനെയല്ല. അവന്റെ കുടുംബം, സ്വഭാവം, പെരുമാറ്റം അതൊക്കെ നോക്കിയിട്ട് നമുക്ക് അത് ഉറപ്പിച്ച് തരുള്ളൂ. അവരെ വിശ്വസിക്കുക, അവരെ കണ്ണീരിലാക്കരുത്. നമ്മളെ പോറ്റി വളർത്തി നമ്മളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ ഇന്നലെയോ മിനിയാന്നോ പരിചയപ്പെട്ട ഒരുത്തന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ണീരിലാക്കുന്നുവെങ്കിൽ, അവരെ ഇട്ട് പോകുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ, ഈ ഭൂമിയിൽ സമാധാനത്തിന്റെ കണിക നിങ്ങൾ കാണില്ല. ഒരുപാട് പേരുടെ ജീവിതം നമ്മുടെ ക്ലിനിക്കിൽ വന്ന് സങ്കടപ്പെട്ട് ആത്മാർത്ഥമായിട്ട് അവർ പറയുന്നതാണ്, സാറേ ഒരിക്കലും വിവാഹത്തിന് മുന്നേ പ്രണയിക്കരുത്. വിവാഹത്തിന് മുന്നേ പ്രണയിച്ചാൽ സംശയങ്ങൾ കൂടും, ജീവിതം നശിക്കും, നമ്മളെ തന്നെ വേണ്ടാത്തൊരവസ്ഥയിലേക്കാണ് അവർ പോകുന്നത്. അതുകൊണ്ട് നല്ല വിലപ്പെട്ട ജീവൻ ആ ഒരു പ്രണയിച്ച അല്ലെങ്കിൽ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വാശി പിടിച്ച ആ പുരുഷന് വേണ്ടിയിട്ട് ഞാൻ നശിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിയില്ലാത്തൊരു സ്ത്രീയായിട്ട് ഞാൻ മണ്ണറക്കുള്ളിൽ കഴിയേണ്ടിയിരുന്നു എന്ന കുട്ടി ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ചിന്തിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വീട്ടുകാരായിട്ട് ഓടിപ്പോകുന്ന സമയത്ത്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്ന സമയത്ത്, എല്ലാ കൂട്ടുകുടുംബത്തിനെയും ഒഴിവാക്കി ഇനി ഇത് മാത്രമാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ധിക്കാരത്തോടുകൂടി ഇറങ്ങിപ്പോകുന്ന സമയത്ത് നാം പോകുന്നത് നരകത്തിലേക്കാണ്. എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള നരകവും സ്വർഗവും അല്ല ഞാൻ ഈ പറയുന്നത്. ഈ ഭൂമിയിൽ തന്നെ നരകയാതന അനുഭവിക്കുന്നതിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് തിരിച്ചറിയാം. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച മാതാപിതാക്കളെ വെറുപ്പിച്ചവർക്കൊന്നും ഭൂമിയിൽ ഇന്നേ വരെ ശാന്തി കിട്ടിയിട്ടില്ല, സമാധാനം കിട്ടിയിട്ടില്ല. അത് ഈ പ്രകൃതി നിയമമാണ്, പ്രകൃതിയുടെ നിയമമാണ്. ഓക്കെ, ഇതൊരു ഭീഷണിയല്ല. ഒരു സ്നേഹ സംഭാഷണത്തിലൂടെ കൗൺസിലിങ്ങിന് വന്നൊരു കുട്ടി എന്നോട് നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അവൾ അനുഭവിച്ചത്, ആ മനുഷ്യനിൽ വന്ന മാറ്റങ്ങൾ. എല്ലാവരും ഇങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അവൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരോട് സംസാരിച്ചവരോടൊക്കെ, പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരുപാട് പേർക്ക് അവൾ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി. പ്രണയിച്ചവരെ വിവാഹം കഴിക്കരുത്, വിവാഹത്തിന് ശേഷം പ്രണയിക്കുക. അതാണ് സുന്ദരമായ ജീവിതവും ആത്മാർത്ഥമുള്ള ജീവിതവും സത്യമായിട്ടുള്ള ജീവിതവും എന്ന് അവരൊക്കെ പറയുന്നു. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ മേൽക്ക് കുതിര കയറാൻ വേണ്ടി വരണ്ടേ? നമ്മളിപ്പോ അതിനൊന്നും ആളല്ല. നിങ്ങൾ അങ്ങ് തീരുമാനിക്കുക. ഓക്കെ, ശരി, ബൈ. ഒത്തിരി